ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഞാനിന്ന് ഒരു സ്പെഷ്യൽ ഓംപ്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓംപ്ലേറ്റൊക്കെ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. അപ്പോൾ ആദ്യം ഞാനൊരു 4 മുട്ടക്ക് ആണ് ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത്. 2 ചെറിയ തക്കാളിയും ഒരു മീഡിയം സൈസ് സവാളയും എടുത്തത്. സവാള നിങ്ങൾക്ക് അധികം വേണ്ടിയെങ്കിൽ ഒരു ചെറുതും കൂടി എടുക്കാം. അപ്പോൾ സവാള ഞാൻ ഇത്രേ എടുക്കാറുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ട ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, വേറെ 2-3 ഇൻഗ്രീഡിയൻസും കൂടിയുണ്ട്, അത് ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ സവാള തൊലിയൊക്കെ കളഞ്ഞു നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഭാഗമൊക്കെ ചെത്തിക്കളയണമെന്ന് അതൊക്കെ അറിയാലോ. അപ്പോൾ അതിന് ശേഷം സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിക്കുക, അതായത് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അധികം വെലിങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു വലിയ പീസായിട്ട് കാണും. അപ്പോൾ കഴിയുന്നതും ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലാത്തവർ കൊണ്ട് നന്നായി ചെറുങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന പോലെ ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് രണ്ടും ഒന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പറയാം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക കേട്ടോ. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ടൊമാറ്റോ ആണ് വേണ്ടത്. ടൊമാറ്റോ ഇങ്ങനെ തന്നെ ചെറിയ ഇത് ആക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ഇങ്ങനെ ഉതിർത്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഐറ്റം പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ മക്കൾക്കൊന്നും എരിവ് അത്ര ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ 2 പച്ചമുളക് എടുക്കുന്നുള്ളൂ. 2, 3, 4 വേണ്ടിക്ക് എടുക്കുക നിങ്ങൾക്ക്. അപ്പോൾ പച്ചമുളകും ഇങ്ങനെ മുറിക്കുക. അതിന് ശേഷം പാന് അടുപ്പത്ത് വെച്ച് പാന് ചൂടാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണ്ടിക്ക് ഒഴിക്കുക, വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അപ്പോൾ അതൊക്കെ ചൂടായതിന് ശേഷം, എണ്ണയും ചൂടായതിന് ശേഷം അതിനകത്തേക്ക് സവാളയും പച്ചമുളകും കൂടി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചത് ഇടുക. അപ്പോൾ അതൊന്ന് ചെറുങ്ങനെ ഒന്ന് വഴണ്ടതിന് ശേഷമേ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ഇടാവൂ. ഇപ്പോൾ തക്കാളി മാത്രമല്ല, വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് കേട്ടോ ഇതിനകത്ത്, അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റൊന്നും വേണ്ട, ഒരു ചെറിയൊരു പച്ചമണം മാറുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി. അപ്പോൾ ഉള്ളി ഒന്ന് വേഗം വഴണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ് ഉപ്പിടുക. അപ്പോൾ ഉപ്പ് നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് ഇടുക. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി, ഒന്ന് കണ്ടോ സവാളേൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ തന്നെ തക്കാളിയും കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ കറിവേപ്പില നിങ്ങൾക്ക് കുറച്ചും കൂടെ അധികം വേണ്ടിക്കെടുക്കാം കേട്ടോ. ഉപ്പ് 1/2 ടീസ്പൂണൊന്നും ഇട്ടേക്കണ്ട, 1/4 ഇട്ടിട്ട് ഇതൊക്കെ ഇട്ടതിന് ശേഷം മുട്ടയിലിട്ടിട്ട് നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ.
ഉപ്പൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കൂടിയും ഓരോരുത്തർക്ക് കുറഞ്ഞുമാണ്. അത് അപ്പോൾ അവരെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാത്രം ഉപ്പിടാവും കേട്ടോ. നെക്സ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ ചിരകിയത്. അപ്പോൾ ഈ തക്കാളി ഒന്ന് ജസ്റ്റ് ഉടഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ലേശം മുളക് പൊടി ഇടാം. മുളക് പൊടി നന്നായി എരിവ് വേണ്ടുന്നവർ മുളക് പൊടി കുറച്ചധികം ഇടാം. ഞാനൊരു പേരിന് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ലേശം എന്നൊക്കെ പറയുന്നതില്ലേ നമ്മുടെ കണ്ണൂർ ഭാഷേൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അത് പറഞ്ഞ് ശീലിച്ചുകൊണ്ട് കുറച്ചൊന്നും പെട്ടെന്ന് വരില്ല. ലേശം എന്നൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഷകളെല്ലാം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കളറിന് ഇടുന്നതാണെങ്കിലും പക്ഷേ കളറ് തക്കാളീൻ്റെ കളർ കൊണ്ട് തന്നെ കളറുണ്ടാവും. ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ ചിരകിയത് ഇടുന്നത്. അപ്പോൾ അതിന് ശേഷവും നന്നായിട്ട് ഇളക്കി വെക്കണം. കുറച്ച് സമയം ആ തേങ്ങയിൽ ആ ഉപ്പും തക്കാളീൻ്റെ ടേസ്റ്റും ഉള്ളീൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് വരുന്ന അത്ര വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ മുട്ട ഇല്ലെങ്കിലും ഈ ഒരു സംഭവം ഇല്ലേ, ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ടാം. അപ്പോൾ അടുത്തതായി നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പം ഞാൻ 4 മുട്ട എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ 2 മുട്ട വീതമാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി അതിലേക്ക് ലേശം ഉപ്പിടുക. ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി, നോക്കിയിട്ട് ബാക്കി ഇട്ടാൽ മതി. കാരണം നമ്മൾ മസാലക്ക് ഓൾറെഡി ഉപ്പിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് മുട്ടക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രമേ ഇപ്പോൾ ഇടണ്ടൂ. ഒരു നുള്ളി ഇട്ട് നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി. അപ്പോൾ മുട്ട ഒന്ന് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്യുക. കണ്ടോ, മുട്ട ഒന്ന് നന്നായിട്ട് ഇളക്കുക. ബീറ്റ് ചെയ്തതിന് ശേഷം നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ മിശ്രിതം ഇടുന്നതാണ്. അപ്പോൾ ഞാൻ 4 മുട്ടക്കാണല്ലോ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഈ 2 മുട്ടയിൽ ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയിക്കഴിഞ്ഞു. നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഇനി മുട്ട ഉണ്ടാക്കാനും പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി. അപ്പം ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കേട്ടോ. എനിക്കെല്ലാം കൈയളവാണേ, എനിക്ക് സ്പൂണിലിട്ടാലും തിരിയില്ല. പക്ഷേങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ സ്പൂണിലിട്ടത് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി പകുതി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് നമ്മൾ ഈ പകുതി മസാല ഇടുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ മുട്ടയായിട്ടാണ് നിങ്ങൾ ഓംലേറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ചായിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ 4 മുട്ട 2 ഇതായിട്ട് അടിക്കുന്നുള്ളതുകൊണ്ടാണ് പപ്പാതി എടുക്കുന്നത്. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ഇടുക കേട്ടോ. മസാല അധികമാകുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പം ഇത് മൊത്തം അതിനകത്തേക്ക് ആ പകുതി മൊത്തം അതിനകത്തേക്ക് ഇട്ട് ബാക്കിയുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. കാരണം നമ്മൾ ഈ നോൺ സ്റ്റിക്ക് തന്നെയാണ് മുട്ട ഓംലേറ്റ് അടിക്കുന്നത്. അപ്പോൾ കണ്ടോ, ബാക്കിയുള്ളത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഈ ചൂടോടെ തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടത്, മുട്ടയിലേക്ക് മസാല ഇടുന്നത്. നന്നായിട്ട് ഇളക്കുക. പിന്നെ ഉപ്പ് കറക്റ്റാണോ എന്ന് ഈ സമയം നമ്മൾ നോക്കണം കേട്ടോ. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ച് കൂടി ഇടുക. അപ്പോൾ നമ്മൾ ആ പാന് സാധനങ്ങളെല്ലാം മാറ്റി അതിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മസാലയും കൂടി ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം നിങ്ങളിങ്ങനെ
പാൻ തന്നെ ചുറ്റിച്ചാൽ ഇതങ്ങനെ ചുറ്റില്ല. സാധാരണ മുട്ട ഓംലെറ്റ് അടിക്കാൻ പാൻ ഇങ്ങനെ ചുറ്റിച്ചാൽ മുട്ട എല്ലായിടത്തേക്കും സ്പ്രെഡാവും. ഇതങ്ങനെയാവില്ല, മസാലേൻ്റെ തിക്നെസ് കൊണ്ടാണത്. അപ്പോൾ നമ്മളൊന്ന് സ്പൂൺ എടുത്തിട്ട് തവി എടുത്തിട്ട് ഇങ്ങനെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പൊട്ടാണ്ട് മെല്ലനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാന് ഇങ്ങനെ അനക്കിയിട്ട് ഇളക്കിയോ അതൊന്ന് ഇളക്കുക. എന്നിട്ട് അതിന് ശേഷം പൊട്ടാണ്ട് മറിച്ചിടുക. അപ്പോൾ നമ്മളെ മുട്ട ഏകദേശം റെഡിയായി. അപ്പോൾ വേണ്ടുന്നവർ ഇതിൻ്റെ മുകളിൽ കുരുമുളക് പൊടിയും കുറച്ച് വിതറി കൊടുക്കുക കേട്ടോ. കുരുമുളകിൻ്റെ ഫ്ലേവർ വേണ്ടുന്നവർ അതും ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൽ ചെയ്യുന്നില്ല, ഇനി ആക്കുന്നതിന് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതും ആയിക്കഴിഞ്ഞ് അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയത്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഒന്ന് ഓംലെറ്റും കൂടെ അടിക്കാൻ പോക്കാണ്. അപ്പോൾ ആദ്യം എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യുക. പക്ഷേ ഇതിൽ ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്താ വ്യത്യസ്തമായിട്ടുള്ള ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വൺ സൈഡാണ് ഇഷ്ടം. അപ്പോൾ ഒരു ഭാഗം ചെറുങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മുകളിൽ കുരുമുളക് പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുരുമുളക് പൊടീൻ്റെ ഫ്ലേവർ. അപ്പോൾ കുരുമുളക് പൊടീൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഇടുക. അപ്പോൾ ഒരു സൈഡ് ആയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുട്ട പുറത്തെടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വൺ സൈഡാണ് ഇഷ്ടം. വൺ സൈഡ് തിന്നുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് ശരിക്കും ആ തക്കാളീൻ്റെയും ഉള്ളിനൊക്കെ ശരിക്കും ടേസ്റ്റ് നമുക്ക് തിരിയാം. അപ്പോൾ ചിലവർക്ക് വൺ സൈഡ് ഇങ്ങനെ തിന്ന് ഇഷ്ടമായിരിക്കില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊന്നും ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടാണ്ടൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി. കണ്ടോ നല്ല പിസ്സേൻ്റെ ഒക്കെ ലുക്ക് ഉണ്ട് കാണുമ്പോൾ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ മസാല വെറുങ്ങനെ തിന്നാനും നല്ല രസമാണ്. അല്ലെങ്കിൽ വറവാക്കുന്നതിനും ആ മസാല മുട്ട വറവാക്കുന്നതിനും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. ബായ്.